പ്രോട്ടേം സ്പീക്കറുടെ പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്മാറിയിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കറാകാത്തതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തീരുമാനം. നോബൽ ബാരിക്കാലൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, നേരത്തെ നമ്മൾ കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് സംസാരിച്ചപ്പോൾ ആ പ്രതിഷേധം പാർട്ടി തീരുമാനിച്ചിട്ടായിരിക്കും അറിയിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. പ്രോട്ടേം സ്പീക്കറെ തീരുമാനിക്കാനുള്ള പാനലിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യം. പ്രോട്ടേം സ്പീക്കറുടെ പാനൽ എന്ന് പറയുന്നത് പ്രോട്ടേം സ്പീക്കറും ഒപ്പം 3 മറ്റ് എംപിമാരും കൂടി ഉണ്ടാവും. ആ പട്ടികയിലാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരുള്ളത്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് ആ പാനലിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പ്രതിഷേധിക്കാൻ തന്നെയാണോ തീരുമാനം? ഇന്ത്യ സഖ്യം നിലപാട് ആ ദിവസം തന്നെ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രോട്ടേം സ്പീക്കറുടെ പാനലിൽ നിന്ന് ഒഴിവാവാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് MP പ്രോട്ടേം സ്പീക്കർ ആകും എന്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി 8 തവണ അദ്ദേഹം MP ആണ്. പക്ഷെ അദ്ദേഹത്തെ മറികടന്നാണ് 7 തവണ MP ആയ ഭർത്തൃഹരി മഹ്താബിനെ പ്രോട്ടേം സ്പീക്കറായി വെച്ചത് BJP അംഗത്തെ. അതിനുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ എന്താണെങ്കിലും പ്രോട്ടേം സ്പീക്കറെ സഹായിക്കുന്ന പാനലിൽ നിന്ന് പ്രോട്ടേം സ്പീക്കറിന്റെ പാനലിൽ നിന്ന് പൂർണ്ണമായും ഇന്ത്യ സഖ്യം ഒഴിവാവുകയാണ്. അതായത് MP മാരുടെ സത്യപ്രതിജ്ഞയിൽ സ്പീക്കറുടെ ചെയറിൽ ഒരു പ്രതിപക്ഷത്തുള്ള MP മാരും ഇന്ത്യ സഖ്യത്തിലെ MP മാരും ഇരിക്കില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ ഈ പ്രോട്ടേം സ്പീക്കറുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനുള്ള മറ്റ് MP മാർ ഈ ചെയറിലേക്ക് ഇരിക്കുകയും അതോടൊപ്പം സഭയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് കീഴ്വഴക്കം, അല്ലെങ്കിൽ പതിവ്. ആ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എന്താണെങ്കിലും അതിൽ ഇന്ത്യ സഖ്യത്തിലെ MP മാർ ആരും സ്പീക്കറുടെ ചെയറിൽ ഇരുന്നു കൊണ്ട് ഈ MP മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകില്ല എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം വ്യക്തമാക്കുന്നത്. ഈ നേരത്തെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് MP-ക്ക് ഈ പ്രോട്ടേം സ്പീക്കർ പദവി നൽകാത്തതിൽ വലിയ വിമർശനം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കേട്ടുകേൾവില്ലാത്ത സംഭവമാണ് നടക്കുന്നതെന്നും പക്ക രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നടപടി എന്നടക്കമുള്ള വിമർശനങ്ങൾ നേതാക്കൾ വലിയ രീതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആദ്യ ദിനത്തിൽ തന്നെ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ ഭരണഘടനയുമായി ഇന്ത്യ സഖ്യം പാർട്ടികൾ ഈ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ, പാർലമെന്റിനകത്തെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഒത്തുകൂടിയ ശേഷം ഒരുമിച്ചായിരിക്കും പാർലമെന്റിലേക്ക് പോവുക എന്ന വാർത്തയും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യ ദിവസം തന്നെ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പ്രോട്ടേം സ്പീക്കറുടെ പാനലിൽ നിന്ന് ഇന്ത്യ സഖ്യ MP-മാർ വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രോട്ടേം സ്പീക്കറായി ഭർത്തൃഹരി മഹ്താബ് എത്തുമ്പോൾ അത് സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ടാണ് എന്നുള്ളതാണ് വാസ്തവം. ആ സീനിയോറിറ്റി ഉള്ളത് കൊടിക്കുന്നിൽ സുരേഷിനാണ്. കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ ലോക്സഭയിലേക്ക് എത്തുമ്പോൾ 7 തവണ മാത്രം ലോക്സഭയിലേക്ക് എത്തിയ ഭർത്തൃഹരി മഹ്താബിനെയാണ് പ്രോട്ടേം സ്പീക്കറാക്കി മാറ്റിയത്. അങ്ങനെ പ്രോട്ടേം സ്പീക്കറായി പ്രതിപക്ഷത്തു നിന്നുള്ള ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയുള്ള ആളെ മറികടന്നതിലുള്ള പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് അറിയിക്കുന്നു. പ്രോട്ടേം സ്പീക്കറുടെ പാനലിൽ നിന്ന്, ആ പാനലിന്റെ ചുമതല എന്ന് പറയുന്നത് ഈ പ്രോട്ടേം സ്പീക്കറാണല്ലോ നിലവിൽ എല്ലാ MP-മാരെയും സത്യപ്രതിജ്ഞ ചെയ്യിക്കുക. എല്ലാ MP-മാരെയും സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് ഈ പ്രോട്ടേം സ്പീക്കറായിരിക്കും. കാര്യം സ്പീക്കർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. സാധാരണ രീതിയിൽ പ്രോട്ടേം സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? സഭയിൽ ഏറ്റവും സീനിയോറിറ്റിയുള്ള ആളാകണമെന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ റൂൾ ബുക്കിൽ പറയുന്നത്. അതുപ്രകാരം ഏറ്റവും കൂടുതൽ സീനിയോറിറ്റിയുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ മറികടന്നിരിക്കുന്നു. ഇനി ഈ പ്രോട്ടേം സ്പീക്കർ ഒരു ദിവസം മുഴുവൻ ഇരുന്നുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റത്തില്ല. 543 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ വേണം. 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. ഇന്ന് 280, നാളെ 283. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടേം സ്പീക്കറുടെ പാനലിൽ 3 or 4 MP-മാരുണ്ടാവും. ഇപ്പോൾ 3 MP-മാരാണ്. അതിലൊന്ന് കൊടിക്കുന്നിൽ സുരേഷാണ്. കൊടിക്കുന്നിൽ സുരേഷ് ആ പാനലിലില്ല എന്ന് പറഞ്ഞാൽ താൻ പ്രോട്ടേം സ്പീക്കർ ആകേണ്ടതിന് പകരം തന്നേക്കാൾ സീനിയോറിറ്റി കുറഞ്ഞയാളെ പ്രോട്ടേം സ്പീക്കറായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിനകത്ത് രാഷ്ട്രീയമായ വിവേചനമുണ്ടെന്നും ഒരു വിഭാഗം ആളുകൾ ജാതീയമായ വിവേചനമുണ്ടെന്നും വിമർശിക്കുന്നുണ്ട്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിഷേധമായി കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. പ്രോട്ടേം സ്പീക്കറിന്റെ പാനലിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് പിന്മാറിയിരിക്കുന്നു. ഇന്ത്യ സഖ്യം പിന്മാറിയിരിക്കുന്നു. പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് മുതൽ അങ്ങോട്ട് ഇനി പാർലമെന്റ് ഒരു ശ്രദ്ധാകേന്ദ്രമായിരിക്കും കേട്ടോ. നമ്മുടെ നിയമസഭയിൽ ഏറ്റുമുട്ടുന്നത് പോലെ ശക്തമായ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിരോധം പാർലമെന്റിൽ കാണാം. ഭരണപക്ഷവും നന്നായി വിയർക്കും, പ്രതിപക്ഷം നന്നായി പണിയെടുക്കും, ഭരണപക്ഷവും നന്നായി പണിയെടുക്കും. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷം ശക്തമാകുന്ന ഘട്ടത്തിൽ മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ലോക്സഭാംഗങ്ങളാകാൻ പോകുന്ന എല്ലാ അംഗങ്ങൾക്കും നമ്മൾ ആശംസകൾ നേരുന്നു. ഇന്ന് 2 പുതുമുഖങ്ങളുണ്ട്. ഷാഫി പറമ്പിലും ഒപ്പം K. രാധാകൃഷ്ണനുമാണ്. നമുക്കവരെ തത്സമയം അല്പസമയത്തിനുള്ളിൽ കാണുകയും ചെയ്യാം.